ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതുപോലെ കേരളത്തിലുണ്ടായ വിപ്ലവങ്ങളും അതിനെ സ്വാധീനിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാധീനിച്ച വ്യക്തികളും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നവോത്ഥാന നായകന്മാർ, അങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക് ബേസായി യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഒരു എൽ ജി എസുമായി ബന്ധപ്പെട്ടതും മെയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ വിപ്ലവങ്ങളുടെ അടുത്തൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1836 മുതൽ തന്നെ കേരളത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർക്കഥയായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു വിപ്ലവമാണ് മലബാർ ലഹള എന്നറിയപ്പെടുന്നത്. 1921 നടന്ന മലബാർ ലഹള. മലബാറിലെ ഏറനാട്ട് താലൂക്കിലും വള്ളവനാട്ട് താലൂക്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളായ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഫലമായി ഉണ്ടായ മുന്നേറ്റങ്ങൾ ബ്രിട്ടീഷുകാർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു? ആ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 144 എന്ന നിയമം അവർ കേരളത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം പാസ്സാക്കുകയാണ് ചെയ്തത്. അങ്ങനെയിരിക്കെ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ കാര്യദർശിയായിരുന്ന അല്ലെങ്കിൽ പ്രധാനിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരായി. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഏറനാട്ടിലും വള്ളവനാട്ടിലും മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരായി ഒരു സംഘർഷത്തിന് ഏർപ്പെടുകയാണ് ചെയ്തത്. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ ഓഫീസുകൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഖജനാവ് കൊള്ളയിടുകയാണ് ചെയ്തത്. വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, കുമരംപുത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസലിയാർ എന്നീ നേതാക്കളായിരുന്നു 1921 മലബാർ കലാപത്തിന്, അല്ലെങ്കിൽ പൂക്കോടാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടായത്. അപ്പോൾ പൂക്കോട്ടൂർ കലാപം എന്ന് തന്നെ പറയാം. പൂക്കോട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് മാപ്പിളമാർ തങ്ങളുടെ പ്രബല കേന്ദ്രമായിരുന്ന തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ, മഞ്ചേരി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുടച്ചു മാറ്റുന്നതിൽ വിജയിച്ചു. അവർ അവിടുത്തെ ഒട്ടനവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തെയും ഗൂർഖ പട്ടാളത്തെയും പ്രക്ഷോഭ പ്രദേശങ്ങളിലേക്ക് അയച്ചുകൊണ്ട് കലാപത്തെ അടിച്ചമർത്താനായി ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി 1921 നവംബർ 10 ദാരുണ സംഭവമായ വാഗൺ ട്രാജഡി സംഭവിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? 1921 നവംബർ 10 ദാരുണ സംഭവമായ വാഗൺ ട്രാജഡി സംഭവിക്കുന്നത്. വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 1921 നവംബർ 10 റെയിൽവേ ഗുഡ്സ് വാഗണിൽ 90ഓളം മുസ്ലിംസായ തടവുകാരെയും കൊണ്ട് മലപ്പുറത്തെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ ട്രെയിനിലെ വാഗണിൽ വെച്ച് 60ഓളം തടവ് പുള്ളികൾ ശ്വാസം മുട്ടി മരിച്ച ദാരുണ സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. മലബാർ ലഹളയുടെ അന്തിമഘട്ടത്തിൽ മാപ്പിളമാർ ഒരുപാട് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും തന്മൂലം അവർക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന് ഭൂരിപക്ഷത്തിൻ്റെ അനുഭാവം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കളായ KP കേശവ മേനോനും കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവർ മാക്സിമം മാപ്പിളമാരെ കലാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ബ്രിട്ടീഷുകാർ ഈ അക്രമത്തെ നിഷ്ഠൂരാമണ്ണം അടിച്ചമർത്തുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം അവർ വെടിവെച്ച് കൊല്ലുകയും നൂറുകണക്കിന് ആളുകളെ അവർ ജയിലിലടക്കുകയും ചെയ്തു. ടോട്ടൽ 16 കണക്കിന് ആളുകൾക്ക് ഇതിൽ ജീവഹാനി ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ വടക്കൻ മലബാറിൽ നടന്ന ഈ പ്രക്ഷോഭം, മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം എന്നറിയപ്പെടുന്ന ഈ പ്രക്ഷോഭം ദേശീയ തലത്തിൽ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSCയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മലബാർ കലാപം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1921. മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് മാപ്പിള കലാപം, അതുപോലെ പൂക്കോട്ടൂർ കലാപം. അപ്പം പൂക്കോട്ടൂർ കലാപം എന്നും മാപ്പിള കലാപം എന്നും അറിയപ്പെട്ടിരുന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാൽ മലബാർ കലാപമാണ്. മലബാർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1921. PSCയിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം: ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വടക്കൻ മലബാറിലെ ഏറനാട്, വള്ളവനാട് താലൂക്കുകളിൽ നടന്ന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും മലബാർ കലാപമാണ്. ഇത് PSCയിൽ മുമ്പ് ചോദിച്ച LDS ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാറിൽ ഏറനാട്, വള്ളവനാട് താലൂക്കുകളിൽ നടന്ന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഈ മലബാർ കലാപമാണ്. മലബാർ കലാപം നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ അതാണ് 1921. ഇനി മലബാർ കലാപം ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1921 ഓഗസ്റ്റ് 20. മലബാർ കലാപം ആരംഭിച്ചത് 1921 ഓഗസ്റ്റ് 20.
മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ്. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂർ കലാപകാലത്ത് എന്താണ് സംഭവിച്ചത്? പൂക്കോട്ടൂർ കലാപം ഉണ്ടാകാൻ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, വടക്കം വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പൂക്കോട്ടൂർ കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ അന്ന് രാജഭരണ കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ നിലമ്പൂർ രാജാവിൻ്റെ പൂക്കോട്ടൂർ കോവിലകത്ത് സൂക്ഷിച്ചിരുന്ന തോക്ക് മോഷണം പോയതിനെ തുടർന്നാണ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ്, അതായത് നിലമ്പൂർ രാജാവിൻ്റെ പൂക്കോട്ടൂർ കോവിലകത്ത് സൂക്ഷിച്ചിരുന്ന തോക്ക് മോഷണം പോയതിനെ തുടർന്നാണ് ആരിനെ അറസ്റ്റ് ചെയ്യുന്നത്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്തത്? പൂക്കോട്ടൂർ കലാപത്തിലേക്ക് വഴിതെളിച്ചത്. അതിനെ തുടർന്ന് എന്ത് ചെയ്തു? ആ പൂക്കോട്ടൂർ കലാപം മലബാർ കലാപത്തിലേക്ക് വഴിതെളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3 പോയിന്റുകളാണ് പറഞ്ഞത്. മലബാർ കലാപം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1921. മലബാർ കലാപം ആരംഭിച്ചത് 1921 ഓഗസ്റ്റ് 20 പറഞ്ഞു. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണെന്നും പറഞ്ഞു. മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം പൂക്കോട്ടൂർ കലാപമാണ്. അതുപോലെ ഇനി ആ മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ തിരൂരങ്ങാടിയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ്. ഇത് മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? തിരൂരങ്ങാടിയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ്. അടുത്തതായി, ഈ മലബാർ കലാപം നയിച്ച നേതാവ് അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അലി മുസ്ലിയാറാണ്. മലബാർ കലാപം നയിച്ച പണ്ഡിതൻ അല്ലെങ്കിൽ നേതാവ് എന്ന് പറഞ്ഞാൽ അലി മുസ്ലിയാർ. നമ്മൾ അപ്പോഴേ 3 പേരുടെ പേര് പറഞ്ഞു അല്ലേ. ഒന്നാമതാരാണ്? കുമരം പുത്തൂർ സീതക്കോയ തങ്ങൾ, പിന്നെ അലി മുസ്ലിയാർ, പിന്നെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഈ 3 പേരായിരുന്നു നമ്മൾ അപ്പോഴേ കാര്യം പറഞ്ഞിരുന്നത് അല്ലേ. ഈ മലബാർ കലാപം നയിച്ചത്, പൂക്കോട്ടൂർ കലാപം നയിച്ചത്. മലബാർ കലാപം നയിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അല്ലെങ്കിൽ പണ്ഡിതൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അലി മുസ്ലിയാറാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മലബാർ കലാപത്തിൻ്റെ പണ്ഡിതൻ ആരാണ് അല്ലെങ്കിൽ മലബാർ കലാപം നയിച്ച പണ്ഡിതൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അലി മുസ്ലിയാറാണ്. അതുപോലെ തന്നെ ഈ കലാപത്തിന് ശേഷം, കലാപം കഴിഞ്ഞതിന് ശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അധ്യക്ഷത വഹിച്ചതുമാരാണ്? അലി മുസ്ലിയാറാണ്. താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ അധ്യക്ഷത വഹിച്ചതുമാരാണ്? അലി മുസ്ലിയാറാണ്. ഓക്കെ, അപ്പോൾ പണ്ഡിതൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അലി മുസ്ലിയാർ. അപ്പോൾ ഈ 4 പോയിന്റുകൾ ഓക്കെ അല്ലേ? മലബാർ കലാപം ആരംഭിച്ചപ്പോഴാണ് 1921 ഓഗസ്റ്റ് 20 മലബാർ കലാപം നടന്ന വർഷം 1921. ഇനി അത് പൊട്ടിപ്പുറപ്പെടാനുള്ള, അതായത് പ്രധാന കാരണം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? പൂക്കോട്ടൂർ കലാപമാണ്. ഇനി മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ്. അതുപോലെ തന്നെ അലി മുസ്ലിയാരെ കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പോൾ മലബാർ കലാപം നയിച്ച പണ്ഡിതൻ ആരാണെന്ന് ചോദിച്ചാൽ അലി മുസ്ലിയാരാണ്. അടുത്തതായി വരുന്നത്, മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ദുരാവസ്ഥയാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരാവസ്ഥ. അപ്പം മലബാർ കലാപം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ മരിച്ച ഒരു സംഭവമാണല്ലേ. അപ്പോൾ അവിടുന്ന് ഭയങ്കര ഒരു ദുരിതമായ ഒരു അവസ്ഥയായിരുന്നു, ദുരവസ്ഥയായിരുന്നു. അങ്ങനെ ഓർത്താൽ മതി. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ചതാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് എന്ന തൂലികാനാമത്തിലുള്ള PC കുട്ടിക്കൃഷ്ണൻ മലബാർ കലാപത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഏത്? സുന്ദരികളും സുന്ദരന്മാരും. അപ്പോൾ കുമാരനാശാൻ രചിച്ചത് ദുരാവസ്ഥ, അന്നത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളത് ദുരാവസ്ഥ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഉറൂബ് രചിച്ചതാണ് ഏത്? സുന്ദരികളും സുന്ദരന്മാരും. ഇനി അടുത്തതായി 1921 സിനിമ, അതായത് മലബാർ കലാപത്തെ ആസ്പദമാക്കി 1921 എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ IV ശശിയാണ്. 1921 മലബാർ കലാപത്തെ ആസ്പദമാക്കി 1921 എന്ന സിനിമ സംവിധാനം ചെയ്തവരാണ് IV ശശിയാണ്. അപ്പോൾ കുമാരനാശൻ എഴുതിയത് ദുരാവസ്ഥയാണ്. ഉറൂബ് എഴുതിയത് അതാണ് സുന്ദരികളും സുന്ദരന്മാരും. IV ശശി സംവിധാനം ചെയ്ത് 1921. അടുത്തതായി ചോദിക്കാൻ ചാൻസ് ഉള്ളത്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദുരന്തം ഏതാണെന്നാണ്. വാഗൺ ട്രാജഡിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദുരന്തം ഏതാണ്? വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. അതായത് 90ഓളം വരുന്ന തടവുകാർ എന്ത് ചെയ്തു? ഒരു വാഗണിലാക്കിയിട്ട് അവർ മലപ്പുറത്തെ തിരൂരിൽ നിന്ന് എന്ത് ചെയ്തു? കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 60ഓളം തടവുകാർ ശ്വാസം മുട്ടി മരിക്കുകയാണ് ചെയ്തത്. ഇതാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ വാഗൺ ട്രാജഡിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ്, വാഗൺ ട്രാജഡി കൊണ്ടുപോയ ആ ഗുഡ്സിൻ്റെ നമ്പർ എത്രയാണ്? വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ നമ്പർ എത്രയാണെന്ന്. MSLV 1711. എന്താണ്? MSLV 1711 വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ നമ്പർ എന്നറിയപ്പെടുന്നത്. ഇത് മുമ്പ് ചോദിച്ചതാണ്, വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ഗുഡ്സിൻ്റെ നമ്പർ എത്രയാണെന്ന്. MSLV 1711.
വാഗൺ ട്രാജഡിയെ സുമിത്ത് സർക്കാർ വിശേഷിപ്പിച്ചത് പോത്തന്നൂരിലെ ഇരുട്ടര ദുരന്തം എന്നാണ്. അങ്ങനെ പോത്തന്നൂരിലെ ഇരുട്ടര ദുരന്തം എന്ന് വിശേഷിപ്പിച്ചവരാണ് സുമിത്ത് സർക്കാരാണ്. അവർ വിശേഷിപ്പിച്ച എന്താണ്? പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നാണ്. അത് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചവരാണ് സുമിത്ത് സർക്കാരാണ്. മുമ്പ് ചോദിച്ചാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ അല്ലെങ്കിൽ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. വാഗൺ ട്രാജഡിയുടെ ഡേറ്റ് എന്തായാലും ഓർത്ത് വയ്ക്കണം. 1921 നവംബർ 10 വാഗൺ ട്രാജഡിയുടെ ഡേറ്റ്. മലബാർ കലാപത്തിൻ്റെ തുടക്കം കുറിച്ച ഡേറ്റ് ഒന്നും ചിലപ്പോൾ ചോദിക്കില്ല വരും. പക്ഷേ വാഗൺ ട്രാജഡിയുടെ ഡേറ്റ് എന്തായാലും ഓർത്ത് വയ്ക്കണം. മലബാർ കലാപം നടന്നത് 1921, അത് ഓർത്ത് വെച്ചാൽ മതി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. അതുപോലെ വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരാണ്. വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമെന്ന് പറഞ്ഞത് എന്താണ്? തിരൂരങ്ങാടിയാണ്. അത് ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമെന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? തിരൂരങ്ങാടിയാണ്. വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരാണ്. അടുത്തതായി വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? നേപ്പ് കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത്. മുമ്പ് പറയാൻ വിട്ടതാണ് ഒരു പോയിന്റ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പോത്തന്നൂരാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂരാണ്. അതുകൊണ്ടാണ് പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടാൻ കാരണം പോത്തന്നൂരിലാണ് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വാഗൺ ട്രാജഡി സമയത്തെ വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു. വാഗൺ ട്രാജഡി സമയത്തെ വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.